ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദ്രായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം 3-ാമത്തെ അധ്യായം 22-ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞു. 23-ാമത്തെ ശ്ലോകം. സൂത ഉവാച ഏവം തേഷ്വേകചിത്തേഷു ശ്രീമദ്ഭാഗവതസ്യ ച മാഹാത്മ്യമോചിരേ സ്പഷ്ടം നാരദായ മഹാത്മനേ. സൂതൻ ഇപ്രകാരം പറഞ്ഞു. ഏവം ഇപ്രകാരം, ഏകചിത്തേഷു ഒരേ വിഷയത്തില് മനസ്സു വെച്ചിരിക്കുന്ന, തേഷു അവർക്ക് ആയിക്കൊണ്ട്, മാഹാത്മ്യം ഊചിരേ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇരിക്കുമ്പോഴാണ് ആ വിഷയത്തിൽ ശ്രദ്ധ അധികരിക്കുന്നത്. അവർക്കായിക്കൊണ്ട് സനകാദി ഋഷീശ്വരന്മാര് മഹാത്മനേ നാരദായ, മഹാത്മാവായ, കേൾക്കുന്നതിൽ വളരെ ഭക്തിയോടും ശ്രദ്ധയോടും ഇരിക്കുന്ന ആ നാരദ മഹർഷിക്കായിക്കൊണ്ട് മാഹാത്മ്യം ഊചിരേ മാഹാത്മ്യത്തെ, ഭാഗവത മാഹാത്മ്യത്തെ നന്നായിട്ട് ഉപദേശിച്ചു. എന്താണ് അവർ ഉപദേശിക്കുന്നത്? അത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ നോക്കാം. കുമാര ഊജുഹു 24-ാമത്തെ ശ്ലോകം. അഥ ദേവർണ്യതേസ്മാഭേർ മഹിമാശുകശാസ്ത്രജഃ യസ്യ ശ്രവണമാത്രേണ മുക്തികരതലേ സ്ഥിതാ. കുമാരാഹ ഊജുഹു കുമാരന്മാർ, സനത് കുമാരാദികൾ ഇപ്രകാരം പറഞ്ഞു. ഹേ നാരദ മഹർഷി, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. ശുകശാസ്ത്രജഃ, ശുകശാസ്ത്രത്തിന്റെ മഹിമയെ തേ സംപ്രവക്ഷ്യാമഹ, ഞങ്ങൾ അങ്ങയോട് നന്നായിട്ട് പറയുന്നുണ്ട്. യസ്യ ശ്രവണമാത്രേണ, യാതൊന്നിന്റെ ശ്രവണം കൊണ്ട് തന്നെ മുക്തി കരതലേ സ്ഥിത, മുക്തി കരസ്ഥിതയാകുന്നു. മനുഷ്യജന്മത്തിന്റെ പരമോന്നതമായ ഫലസിദ്ധിയാണ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മുക്തി നേടുക എന്നുള്ളത്. അതിന്റെ ആദ്യത്തെ പടിയാണ് ഭക്തി. ഈ ശ്രീമദ് ഭാഗവതം മഹാത്മ്യം കേൾക്കുമ്പോൾ തന്നെ ആ ഭക്തിയും അതേപോലെ മുക്തിയും കരസ്ഥിതയാകുന്നു എന്നാണ് അവര് പറയുന്നത്. ഭാഗവതത്തിന്റെ മഹിമ എങ്ങനെയാണ്? ശ്ലോകം 25. സദാ സേവ്യ ശ്രീമദ് ഭാഗവതീ കഥ യസ്യാ ശ്രവണമാത്രേണ ഹരിശ്ചിത്തം സമാശ്രയേത്. എത്ര ദിവസം കൊണ്ട് ഭാഗവതം ശ്രവിക്കണം എന്നെല്ലാവർക്കും സംശയമാണല്ലോ. അതിന് ഉത്തരം പറയുകയാണ്. ശ്രീമദ് ഭാഗവതീ കഥ, ശ്രീമദ് ഭാഗവതമാകുന്ന കഥ, അതായത് ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള ഈ പുണ്യചരിതം സദാസേവ്യ, സദാസേവ്യ എല്ലായ്പ്പോഴും, ജീവിതകാലം മുഴുവനും, സമയമെന്നില്ല, ഇത്ര ദിവസമെന്നില്ല, എപ്പോഴും ശ്രവിക്കുവാൻ യോഗ്യമാണ്, സേവിക്കുവാൻ യോഗ്യമാണ്. യസ്യാഹ ശ്രവണമാത്രേണ, യാതൊന്നിന്റെ ശ്രവണം കൊണ്ടു തന്നെ, ഹരിഹി ചിത്തം സമാശ്രയേത്, സാക്ഷാത് വൈകുണ്ഠ പ്രഭു ഹൃദയത്തിൽ തീർച്ചയായിട്ടും പ്രവേശിച്ചിരിക്കും. ആനന്ദ സ്വരൂപനായ ഭഗവാനെ ഹൃദയത്തില് നേടുവാനാണല്ലോ ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ. അവനവന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഭഗവാനെ സാക്ഷാത്കരിക്കുന്നതിനാണ്. അപ്പോ ആ അനന്ത സ്വരൂപനായ ആ ഭഗവാൻ ചിത്തവൃത്തികളെ ഒക്കെ നശിപ്പിച്ച് ഹൃദയത്തിൽ പ്രവേശിക്കും ഈ ശ്രീമദ് ഭാഗവതത്തെ ശ്രവിച്ചാൽ എന്ന് പറയുകയാണ്. ആരാണ് ഹരിഹി? ഹരതി പാപാനി ഇതി ഹരിഹി. യാതൊരുവൻ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ എല്ലാ പാപങ്ങളും നശിച്ചു പോകും. ആ ഭഗവാനാണ് ഹരി.
ഭക്തന്മാരുടെ എല്ലാം പാപങ്ങളെ ഹരിച്ച് നശിപ്പിച്ച് കളയുന്നവൻ. ഇപ്പൊ ഭഗവാൻ ഭക്തന്റെ ഉള്ളില് ഭക്തി പ്രവേശിപ്പിച്ചാൽ തന്നെ രാഗദ്വേഷാദി മാലിന്യങ്ങളെല്ലാം ഇല്ലാതെ ആയിത്തീരും ആണ്. 26-ാമത്തെ ശ്ലോകം. ഗ്രന്ഥോഷ്ടാദശ സാഹസ്രോ 12 സ്കന്ധ സംമിതഃ പരീക്ഷിച്ചുക സംവാദഃ ശൃണു ഭാഗവതം ച തത്. ഈ ഭാഗവതത്തില് 18 സാഹസ്രഃ ഗ്രന്ഥഃ 18,000 ശ്ലോകങ്ങള് ഗ്രന്ഥങ്ങള് 12 സ്കന്ധ സംഹിതഃ 12 സ്കന്ധങ്ങളിലായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. പരീക്ഷിത്ത് ശുക സംവാദഃ പരീക്ഷിത്ത് രാജാവും ശ്രീശുകരും തമ്മിലുള്ള സംവാദമായിട്ടാണ് ഭാഗവതം നിർമ്മിച്ചിരിക്കുന്നത്. ശൃണു തത് ശൃണു അതിനെ കേൾക്കുക. 27-ാമത്തെ ശ്ലോകം. താവത് സംസാരചക്രേസ്മിൻ ഭ്രമദജ്ഞാനത പുമാൻ യാവത് കർണഗദാ നാസ്തി ശുകശാസ്ത്രകഥാക്ഷണം. ശുകശാസ്ത്രകഥ അല്പകാലമെങ്കിലും ക്ഷണം അല്പകാലമെങ്കിലും ഏതൊരുവന്റെ കർണപുടത്തിൽ പ്രവേശിക്കാതിരിക്കുന്നുവോ യാവത് കർണഗത നാസ്തി പ്രവേശിക്കാതിരിക്കുന്നുവോ താവത് ആ കാലം വരെ അസ്മിൻ സംസാര ചക്രേ ഈ സംസാര ദുരിതത്തില് ചക്രത്തില് അജ്ഞാനത ഭ്രമതേ അജ്ഞാനം ആകുന്ന ദോഷം നിമിത്തം ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അജ്ഞാനം? ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ചിന്ത. അത് ഏതു കാലം വരെ ഭാഗവതം കേൾക്കാതെയും ഭാഗവത സാരം ഗ്രഹിക്കാതെയും ഇരിക്കുന്നുവോ ആ കാലം വരെ ഒരാൾക്ക് ഈ അജ്ഞാനം ഉണ്ടാകും. ഈ അജ്ഞാനം കൊണ്ട് ജനിമൃതി ചക്രത്തിലുള്ള ഭ്രമണവും ഉണ്ടായിത്തീരും. 28-ാമത്തെ ശ്ലോകം. കിം ശ്രുതൈർബഹുഭിഃ ശാസ്ത്രൈഃ പുരാണൈശ്ച ഭ്രമാവഹൈഃ ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. ബഹുഭിഃ ശാസ്ത്രൈഃ കിം അനേകം ശാസ്ത്രങ്ങൾ ശ്രവിച്ചതുകൊണ്ട് എന്തു ഫലം? പുരാണൈഃ ച ഭ്രമാവഹൈഃ ഭ്രമങ്ങളെ ജനിപ്പിക്കുന്ന ഈ പുരാണങ്ങളെ കൊണ്ടും ശാസ്ത്രങ്ങളെ കൊണ്ടും എന്തു ഫലം? ഏകം ഭാഗവതം ശാസ്ത്രം ഈ ഭാഗവത ശാസ്ത്രം ഒന്ന് തന്നെ മുക്തിദാനേന ഗർജതി മുക്തിയെ നൽകുവാൻ സമർത്ഥമാണെന്ന് ഗർജിക്കുന്നു ഉദ്ഘോഷിക്കുന്നു. 29 കഥാ ഭാഗവതസ്യാപി നിത്യം ഭവതി യദ്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. നിത്യം യത് ഗൃഹേ ഭാഗവതസ്യ വാർത്താ ഭവതി ഏതൊരുവന്റെ ഗൃഹത്തില് നിത്യവും എല്ലാ ദിവസവും ഭാഗവതം കഥ അല്ലെങ്കിൽ ഭാഗവത പാരായണം നടക്കുന്നുവോ തദ്ഗൃഹം ആ ഗൃഹം തീർത്ഥരൂപം ഹി തീർത്ഥസ്ഥാനത്തിനു തുല്യമായിരിക്കുന്നു. വസതാം പാപനാശനം അവിടെ വസിക്കുന്നവരുടെ പാപങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. ഈ കഥാശ്രവണം കൊണ്ട് പാപം നശിച്ചു പോകുന്നു. 30 അശ്വമേധ സഹസ്രാണി വാജപേയ ശതാനി വാ ശുകശാസ്ത്രകഥായാശ്ച കലാം നാർഹന്തി ഷോഡശി. ഭാഗവതത്തിന്റെ മാഹാത്മ്യം പറയുകയാണ്. അശ്വമേധ സഹസ്രാണി സഹസ്രം 1000 അശ്വമേധങ്ങളും വാജപേയ ശതാനി 100 വാജപേയ യാഗങ്ങളും ശുകശാസ്ത്ര കഥായാശ്ച ഈ ഭാഗവത കഥയുടെ ഷോഡശീം കലാംന അർഹന്തി 16 ഒരു അംശം മാഹാത്മ്യത്തെ
അർഹിക്കുന്നതേയില്ല. ഇവയൊക്കെ ശ്രേഷ്ഠം തന്നെ, പക്ഷേ ഭാഗവതത്തിന് അതിനേക്കാൾ ശ്രേഷ്ഠമുണ്ട്. അടുത്ത ശ്ലോകം വായിക്കാം. 31. താവത് പാപാനി ദേഹേസ്മിൻ നിവസന്തി തപോധനാഃ യാവന്ന ശ്രൂയതേ സമ്യക് ശ്രീമദ്ഭാഗവതം നരൈഹി. എങ്കിലും എല്ലാവർക്കും ഈ ഭാഗവതം ശ്രവിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഹേ തപോധനന്മാരെ, ഹേ തപോധനാഹ, മനുഷ്യര് യാവത് ന ശ്രൂയത, ഏതു കാലം വരെ ഭാഗവതം ശ്രവിക്കാതെ, ആദരവോടുകൂടി ശ്രവിക്കാതെ ഇരിക്കുന്നുവോ ആ കാലം വരെ മാത്രമേ, താവത് അസ്മിൻ ദേഹേ പാപാനി നിവസന്തി, ആ കാലം വരെ മാത്രമേ ഈ ശരീരത്തിലെ പാപങ്ങൾ നിലനിൽക്കുന്നുള്ളൂ, പാപബാധയുണ്ടായിരിക്കുകയുള്ളൂ. ഭാഗവതം കേൾക്കുന്നയാൾക്കോ, ഒരുവന് ഭാഗവത ശ്രവണത്തിൽ താല്പര്യമുണ്ടായാൽ, ഭാഗവതം കേട്ടുകൊണ്ടേയിരുന്നാൽ പാപങ്ങൾക്ക് ഒരിക്കലും സമ്യക് ശ്രീമദ് ഭാഗവതം നരൈഹി ശ്രൂയതേ, നന്നായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ഈ പാപങ്ങൾ ശരീരത്തിരിക്കില്ല, കമ്പനം ചെയ്ത് പാപം ഓടിപ്പോകും. അതായത് എന്താണ്, ആ ആളുടെ ഹൃദയശുദ്ധി ഉണ്ടായി വരും, അദൃഷ്ട പുണ്യ പാപങ്ങൾ ക്ഷയിച്ചു പോകും. 32. ന ഗംഗ ന ഗയാ കാശി പുഷ്കരം ന പ്രയാഗകം ശുഗശാസ്ത്രകഥായാശ്ച ഫലേന സമതാം നയേത്. ഗംഗ ന, ഗംഗ, ഗയാ, കാശി, പുഷ്കരം, പ്രയാഗം മുതലായ പുണ്യനദികള്, ക്ഷേത്രം, അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങള്, പുണ്യതടാകങ്ങള്, ഇതൊന്നും തന്നെ ശുഗശാസ്ത്ര കഥായാഹ ഫലേന സമതാം, ശുഗശാസ്ത്ര കഥയ്ക്ക്, അതായത് ഭാഗവതത്തിന് തുല്യമായ മാഹാത്മ്യം ഇല്ല തന്നെ. എത്രയെങ്കിലും പഠിച്ചാൽ മതി. ഇതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 33. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോത്ഭവം പഠസ്വ സ്വമുഖേനൈവ യദീച്ഛസി പരാം ഗതിം. ഭാഗവതത്തിലുള്ള ശ്ലോകാർത്ഥം, ഒരു പദ്യമോ അതിൻ്റെ പകുതിയോ, ശ്ലോകാർത്ഥം, ശ്ലോകപാദം അതിൻ്റെയും പകുതിയോ നിത്യം ദിവസവും ഒരാള് സ്വമുഖേന ഏവ പഠസ്വ, തൻ്റെ മുഖം കൊണ്ട് തന്നെ, തൻ്റെ നാവ് കൊണ്ട് തന്നെ ഉച്ചരിക്കുന്നുവോ അവൻ ശ്രേഷ്ഠമായ പരാം ഗതിയെ തന്നെ പ്രാപിക്കും. അല്ലെങ്കിൽ പരമമായ ഗതിയെ ആഗ്രഹിക്കുന്ന ഒരുവൻ തീർച്ചയായും ഭാഗവതം, ഉത്തമമായ ഭാഗവതം പഠിച്ചിരിക്കണം. തൻ്റെ മുഖം കൊണ്ട്, തൻ്റെ നാവുകൊണ്ട് അത് ഉച്ചരിക്കണം, അല്ലെങ്കിൽ ഉച്ചരിക്കുവാൻ ശ്രമിക്കണം, ആഗ്രഹിക്കുകയെങ്കിലും വേണം. അതാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യമാണ് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ മഹിമയുള്ള ഭാഗവതമാണ് നമുക്ക് ഈ മനുഷ്യജന്മത്തില്, ഈ ഭാഗവതത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടായി വന്നിരിക്കുന്നു, നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. ഭഗവാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.